പത്ത് 45 കൊല്ലമായിട്ട് ഈ ക്ഷണം വരെ കുഞ്ചായ എന്നല്ലാതെ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ട്. സാറ് മരിക്കുന്നില്ല, അയ്യോ കൈകൾ തളരുന്നു, അയ്യോ കൈകൾ തളരുന്നു. സത്യമായിട്ടും നിങ്ങൾ നീതിമാനായിരുന്നു. പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഇവിടെ എല്ലാം അറിഞ്ഞുറങ്ങുകയാണ് അദ്ദേഹം. ആൾക്കൂട്ടത്തിൽ പടർന്നു പന്തലിച്ച ഒരു മഹാവൃക്ഷം ഇന്നും ആൾക്കൂട്ടത്തിന് നടുവിലാണ്. ചിലർക്ക് ചികിത്സാ സഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു ചിലർക്ക് രാഷ്ട്രീയ വിഷയം. അയാൾ ഒരു കുറിപ്പ് കൊണ്ട് തീർക്കുമായിരുന്ന പ്രശ്നത്തിന് മരണശേഷവും അദ്ദേഹത്തോട് പരിഹാരം ചോദിക്കുകയാണ്. രണ്ടു തുള്ളി കണ്ണീര് കളയാതെ പോകത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൺകാട്ടിന്ന് വരുക, രാവിലെ വണ്ടി പിടിച്ച് വന്ന് ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പുള്ളി വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, വലിയ സ്നേഹമായിട്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇവിടെ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന് വിശ്വസിക്കാനാകാതെ ജനം ഒഴുകിയെത്തുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നേരിട്ട് വന്ന് അനുസ്മരണം പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഒരു മുഖ്യമന്ത്രി, അതിലുപരി സഹജീവികളെ ഉപകാരം ചെയ്ത് ജീവിതം എന്താണെന്നും മനുഷ്യൻ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ജീവിച്ചിരുന്നപ്പോഴത്തേക്കാൾ കൂടുതലായിട്ട് മരണത്തിലൂടെയാണ് അദ്ദേഹം മഹാനായി തീർന്നത്. ഞങ്ങൾ പൊതുലിൽ ഞങ്ങളുടെ ആ പ്രളയം വന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരു സാധാരണ കുടുംബാംഗങ്ങളെ പോലെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ആൾ, ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗവുമാണ് ഉമ്മൻചാണ്ടി സാർ. മനുഷ്യസ്നേഹി, പുണ്യപുരുഷൻ, ഒരിക്കലും അവരുടെ വേർപാട് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ജനഹൃദയങ്ങളിൽ വിജയിച്ച സമാനതകളില്ലാത്ത ഇതിഹാസം വിട പറഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട്. മറന്നാലല്ലേ അദ്ദേഹത്തെ ഓർത്തെടുക്കേണ്ടതുള്ളൂ. ഒരു നിമിഷം പോലും എന്റെ പിതാവിനെ പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മോൺ ചെയ്യുക എന്ന് പറയാം, ആ മോൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയേനെ. അത് ഫോൺ ചെയ്യാൻ അവസരം തരാതെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് കൊണ്ടിട്ടു. ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പുതുപ്പള്ളിയിലെ കല്ലറയ്ക്ക് മുന്നിൽ എന്നും തെളിയുന്ന മെഴുകുതിരിവട്ടങ്ങളുടെ എണ്ണം കൂടി. കല്ലറയ്ക്ക് മുന്നിലെത്തുന്നവരുടെ നിര നീണ്ടു. ഉമ്മൻചാണ്ടി എന്ന ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീരുകൊണ്ട് പൂക്കൾ വെച്ചു. മരണശേഷവും ജനഹൃദയങ്ങളിൽ അയാൾ ജീവിക്കുകയാണ്. ചിലർക്ക്
ഇപ്പോഴും ശബ്ദമിടറും. എന്നെ മക്കളെ കെട്ടിക്കാനൊക്കെ സഹായിക്കുകയും എനിക്ക് ജോലിയൊക്കെ മേടിച്ചു തന്നു. സാർ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോർത്തിട്ട് എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇനി ഞങ്ങൾ ഇതുപോലെ ആരും ചെയ്യലിനി പോലും സാറിനെ കണ്ടിട്ടില്ല. ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെ സഹായിക്കുന്നുണ്ട്. എൻ്റെ സാറ് പോയോണ്ട് ഞങ്ങൾക്ക് എല്ലാം വിഷമമാണ്. ജൂലൈ 18 രാവിലെ 5:30 ആ വാർത്തയെത്തി. തന്റെ ചുറ്റും ഒഴുകിക്കൂടിയെടുത്ത ജനമഹാസാഗരത്തെ അനാഥമാക്കി ഉമ്മൻചാണ്ടി മടങ്ങി. അന്ന് മാതൃഭൂമിയുടെ വാർത്തയ്ക്കടിയിൽ കണ്ട ഒരു കമന്റ് ഇങ്ങനെയാണ്: കുഞ്ഞൂഞ്ഞു വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ സ്വർഗകവാടത്തിൽ ദൈവം കാത്തുനിന്നു ഒരു പേപ്പർ കഷ്ണവുമായി. കുഞ്ഞൂഞ്ഞിനെ നൽകിയ ശേഷം ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇതൊന്ന് ശരിയാക്കി തന്നെ. അങ്ങനെ പേപ്പർ കഷ്ണത്തിൽ പരാതി നൽകിയ പലർക്കും ഉമ്മൻചാണ്ടി ദൈവത്തെക്കാൾ വലിയവനായിരുന്നു. കാറിൽ തിങ്ങിഞ്ഞെരുങ്ങിയിരുന്നു പോയിരുന്ന വഴിയിലൂടെ വിശാലമായി കിടന്ന് തന്റെ വീട്ടിലേക്ക് അവസാനമായി ഒന്ന് പോകുകയാണ് ഉമ്മൻചാണ്ടി. പക്ഷേ ഉമ്മൻചാണ്ടിയെ മലയാളി വഴി തടഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ദൂരം 146 കിലോമീറ്റർ, 3.5 മണിക്കൂർ യാത്ര. അതിവേഗത്തിൽ ബഹുദൂരത്തിൽ മുന്നോട്ടു പോയിരുന്ന ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ പോകാനായില്ല. ഒരടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആയിരങ്ങളുടെ അനുമതി തേടേണ്ടി വന്ന അവസ്ഥ. സമയത്തെ തോൽപ്പിച്ച്, ദൂരത്തെ തോൽപ്പിച്ച് ഉമ്മൻചാണ്ടി. കടന്നുവന്ന വഴിയോരങ്ങളെ ഇങ്ങനെ കണ്ണീർ കടലാക്കിയുള്ള ഒരു വിലാപയാത്ര കേരളം കണ്ടിട്ടുണ്ടാകില്ല. ചിലർക്ക് സാർ, ചിലർക്ക് കുഞ്ഞൂഞ്ഞ്, പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞായൻ. മലയാളിയുടെ ഒരേയൊരു ഉമ്മൻചാണ്ടി, പകരം വെക്കാനില്ലാത്ത ഒറ്റ പേര്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. വലിയൊരു നേതാവിനെയാണ്. വലിയ മനുഷ്യനാണ്, എന്തെല്ലാം ചെയ്തു. വളരെ നല്ല മനുഷ്യൻ. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, വലിയ ഇഷ്ടമുള്ള മന്ത്രിയായിരുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു തോന്നലേ ഞങ്ങളെ അച്ഛൻ്റെ അത് തോന്നും. മണ്ണിനോട് ചേർന്ന് ഒരാണ്ട് തികയുമ്പോഴും അദ്ദേഹത്തെ ആൾക്കൂട്ടം ഒറ്റയ്ക്കാക്കുന്നില്ല. അവരുടെ കുഞ്ഞൂഞ്ഞിനെ കാണാൻ പുതുപ്പള്ളിയിൽ പോകും. എല്ലാ പരിഭവങ്ങളും സന്തോഷവും പറഞ്ഞിരിക്കും. ഉമ്മൻചാണ്ടി എന്ന തണലായിരുന്നു കരുത്ത്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിൽ ഈ കല്ലറയിലേക്ക് എടുക്കും വരെ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ശരിവയ്ക്കുകയാണ് അന്നു മുതൽ ഇന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ. കാരോട്ട് വീട്ടിലെ സാറിന്റെ മുറിയുടെ ജനൽ തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. അതിലൂടെ അവർ അവരുടെ സാറിനെ കാണാനെത്തും. പക്ഷേ പരാതി കേൾക്കാനും ചിരിയോടെ, ഗൗരവത്തോടെ, ആശങ്കയോടെ അത് കേൾക്കാനും അദ്ദേഹമില്ലെന്നറിയുമ്പോൾ പുതുപ്പള്ളിക്കാരന് ഒരു നീറ്റലാണ്. ആൾക്കാർ ഒത്തിരി വരാറുണ്ട്. കല്ലറ പോയിട്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അവരെയൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് പോലും അറിയാൻ മേലാത്ത വിധത്തിൽ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അല്ലെങ്കിൽ വിഷമമുണ്ട്, ഇത്ര പെട്ടെന്ന് പോകുന്നൊരു ധാരണയില്ലായിരുന്നു.
ഒരു നാടിന്റെ പേരിൽ അറിയപ്പെട്ട നേതാവല്ല ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന നാട്, അതാണ് പുതുപ്പള്ളി. മരിച്ച് മണ്ണോട് ചേരുന്ന ഓർമ്മയുടെ പേരല്ല ഉമ്മൻചാണ്ടി, മരിക്കാത്ത കരുതലിന്റെ പേരാണ്. കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചൊരു മാലാഖയാണ്. ആത്മാവിന് എന്നും സ്വർഗരാജ്യം വരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ത്യാഗമനം കാക്കും ശാന്തിയാണ്. ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ സമ്പത്ത് ജനങ്ങളുടെ താല്പര്യവും ജനങ്ങളുടെ സ്നേഹവുമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ഒരാളാണ് ഞാൻ. ചെങ്ങന്നൂർ സ്വദേശി സുരേഷ് കുമാറിന്റെയും കുടുംബത്തിന്റെയും ഹൃദയത്തിലുണ്ട് ഉമ്മൻചാണ്ടി. എന്റെ കുഞ്ഞിനെ ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് എത്തിച്ച ആ ദൈവതുല്യനായ എന്റെ ഉമ്മൻചാണ്ടി സാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ വേർപെട്ടു പോയതിലും വളരെ വിഷമമായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ശ്രുതിതരംഗം പദ്ധതിയിൽ കുഞ്ഞിന് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുവാനും നോർമൽ സ്കൂളിൽ പഠിക്കുവാനുമുള്ള ഒരവസരം ഉണ്ടാക്കി തന്നെ അദ്ദേഹമാണ്. അധികാരം ഇത്രയ്ക്ക് സൗമ്യമാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സാറുമായിട്ട് അടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത്. അങ്ങനെ ഒരു ജനകീയനായ ഒരു വലിയൊരു നേതാവ് ഇനി ഒരിക്കലും നമുക്ക് കിട്ടൂല. ആറ്റിങ്ങൽ കുളമുട്ടം സ്വദേശി സലീം 2009 കിണർ ജോലിക്കിടയിൽ അപകടത്തിൽപ്പെട്ടു. നട്ടലിന് ക്ഷതം സംഭവിച്ചു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ വീൽചെയറിലെത്തിയ സലീമിന് ധനസഹായവും ഈ ട്രൈ സ്കൂട്ടറും. 2012 മുതൽ ഈ സ്കൂട്ടറിൽ ഭാഗ്യക്കുറി വിൽപ്പന നടത്തിയ ജീവിതം. ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിന് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. അറിയുന്ന ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പുള്ളി. ഈ വയ്യാത്ത അവസ്ഥയിലും ഞാൻ കിളിമാനൂർ ജംഗ്ഷനിൽ പോയി വിലാപയാത്ര പോകുന്ന കണ്ട ആളാണ്. മരിച്ച് 1 വർഷത്തിനു ശേഷവും ഉമ്മൻചാണ്ടിക്ക് സാക്ഷ്യം പറയുന്ന ജനക്കൂട്ടം. ആൾക്കൂട്ടത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന ഉമ്മൻചാണ്ടി മാജിക്. നല്ല സ്നേഹമുള്ള അഴുതെന്ന ഒരു കാര്യം പറയുക, എല്ലാം അന്നേരം ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ചെറുപ്പം മുതൽ ഫിക്സ് വരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നത് സാറ് മേടിച്ചു തന്നതും ഉപയോഗിക്കായിരുന്നു. ഇനിയും ഇങ്ങനെ നെൽകർഷകരെ സ്നേഹിക്കുന്ന ഒരു വലിയ മുഖ്യമന്ത്രി ഉണ്ടാകുകയെന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് കണ്ണുനീരിക്കുറുന്ന ലക്ഷോപലക്ഷം കർഷകരുടെ കണ്ണുനീരിക്കുറുന്നതാണ്. ഒരാളിനെ നീഡിയായിട്ടുള്ള ഒരാളിനെ അങ്ങോട്ട് തിരക്കി ചെന്ന് സഹായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്. ഒരിക്കലും ഒരു ആവശ്യക്കാരൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല. അവനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവനെ സഹായിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായ പൊതുപ്രവർത്തകനായിരുന്നു. എനിക്ക് തോന്നുന്നത് അധികം അങ്ങനെ ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോൺ കോളോ ഒപ്പോ കാരണം കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീട് കിട്ടിയ ഒത്തിരി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ സ്വന്തമായൊരു വീടില്ല എന്നതാണ് വാസ്തവം. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ഇപ്പോഴും വെറും തൂണുകൾ മാത്രമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിച്ചു, കരുണ കൊണ്ട് കരം പിടിച്ചു. ഒരേയൊരു ഉമ്മൻചാണ്ടിയായി, ചാണ്ടി അപ്പച്ചനായി.
പോയപ്പോൾ എൻ്റെ മമ്മ പപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അപ്പച്ചൻ ഒരു ഗ്രേറ്റ് ജെന്റിൽമാൻ ആണ്, എപ്പോഴും പാവങ്ങളെ സഹായിക്കും, ദെൻ ഹീ ഈസ് റിയലി കൈൻഡ് ടു എവ്രി വൺ. അപ്പം എൻ്റെ മൈൻഡിൽ ഒരിതുണ്ടായിരുന്നു, കൈൻഡ് മാൻ ഈസ് ഈക്വൽ ടു ഉമ്മൻചാണ്ടി അപ്പച്ചൻ. കുഞ്ഞു മനസ്സുകളെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞൊരു നേതാവ്, ആയിരക്കണക്കിന് ഹൃദയങ്ങൾക്ക് തിരിച്ചറിയാനാകുന്ന വരി. നമ്മളറിയാതെ നമ്മളിലേക്ക് ചേർന്നൊരു നേതാവ്. ഏതൊരു രാഷ്ട്രീയ പ്രശ്നത്തെയും പ്രതിസന്ധിയെയും അനിതര സാധാരണമായ മെയ്വഴക്കത്തോടെ നേരിട്ട രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. എത്ര വലിയ പ്രശ്നങ്ങൾക്കും നിമിഷങ്ങൾക്കകം പരിഹാരമുണ്ടാക്കും. പോക്കറ്റിൽ ഒരു പേനയോ പണമോ, എന്തിന് ഇക്കാലത്ത് പോലും ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും തടസ്സം വന്നിട്ടില്ല. ആർക്കും സമീപിക്കാവുന്നയാൾ അതായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നവരുണ്ടാകാം, വിയോജിക്കുന്നവരുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണെന്നതിൽ സംശയമില്ല. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മരണം വരെ പുതുപ്പള്ളി MLA. കരുണാകരനെതിരെ മുഖാമുഖം നിന്ന് A ഗ്രൂപ്പിനെ വളർത്തി. ഉമ്മൻചാണ്ടി ഞാനുമായി 6 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അഖില കേരള ബാലയണസിക്ക മുതൽ ചങ്ങനാശ്ശേരി SP കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന ക്ലാസ് മുതൽ പിന്നെ KSU യൂത്ത് കോൺഗ്രസ് ലോകത്തെ മന്ത്രിസഭയിൽ അംഗം, ആ നിലയ്ക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സഹയാത്രികനും സഹപ്രവർത്തനമാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഉമ്മൻചാണ്ടി, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയക്കാരനെ പോലല്ല. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടു കാണണം. മരണത്തിനും ജീവിതത്തിനുമിടയിലെ രാഷ്ട്രീയ കാലത്ത് 2 തവണ മുഖ്യമന്ത്രി, 1 തവണ പ്രതിപക്ഷ നേതാവ്. അതിവേഗം ബഹുദൂരമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഓടിയകലുകയായിരുന്നില്ല, ജനങ്ങളിലേക്ക് ഓടിയിറങ്ങി. ഏത് തുണ്ട് കടലാസ് കൊടുത്താലും അതിൽ ഓർഡർ ഇടുന്ന ഒരു മുഖ്യമന്ത്രി, അതാണ് കേരളം കണ്ടത്. പാവപ്പെട്ടവന്, സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്നൊരു നേതാവ്. ഊണും ഉറക്കവും വേണ്ടെന്ന് വെച്ച് ജനങ്ങളുടെ പരാതി കേട്ടു. ആൾക്കൂട്ടത്തിനുള്ളിൽ നിന്ന് ജനസേവനമാണ് ഒരു പൊതുപ്രവർത്തകന്റെ യഥാർത്ഥമായ ലക്ഷ്യമാകേണ്ടത് എന്ന് നമ്മൾ ഇന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പുതിയ തലമുറയിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കാം. ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിച്ചൊരു നേതാവാണ്. ഇത് എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു നേതാവ് കിട്ടാൻ എളുപ്പമല്ല. ഒരു സംശയമില്ല, അദ്ദേഹത്തിന് മാത്രം ജനങ്ങളുടെ മനസ്സിൽ മരണശേഷം കൂടിയിട്ടാണ് ചുരുങ്ങിയിട്ടില്ല. ഞാൻ അർഹിക്കുന്നതിനേക്കാൾ വലിയ സഹകരണവും പിന്തുണയും സ്നേഹവും ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ കൂടെ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, സാറിൻ്റെ കൂടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ സാറിൻ്റെ കൂടെ വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെ കൂടത്തെ ഏറ്റവും മറക്കാത്ത യാത്ര പുതുപ്പള്ളി വീട്ടിൽ നിന്നും ഈ പുതുപ്പള്ളി ദേവാലയം വരെ വന്ന നിങ്ങളെല്ലാം ലോകത്തെ കാണിച്ചു കൊടുത്ത ഒരു യാത്രയുണ്ട്. മലയാളികൾ എത്രമാത്രം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സ്നേഹിച്ചിരുന്നു എന്ന് അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമൊക്കെ അപ്പുറത്തേക്ക് ആ നേതാവ് ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരായ മനുഷ്യർ, അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ വീടിൻ്റെയൊക്കെ ഒരു 2ാമത്തെ നിലയിലൊക്കെ നിന്ന്, അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നു പോകുന്ന വാഹനത്തെ നോക്കി കൈകൂപ്പി കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനായിട്ടല്ല, അവരുടെ ഒരു ദൈവമായിട്ടാണ് മലയാളികൾ. ആ ഒഴുകിയെത്തിയ ഓരോ മനുഷ്യർക്കും ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അങ്കിളിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈകാരികമാണ്. ഇപ്പം എന്നെപ്പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉമ്മൻചാണ്ടി അങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പം എത്രത്തോളം അടുത്തിടപെട്ട ആളുകൾക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരിക എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസ്കരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി അങ്കിളിനെ
ഒരിക്കലും ഒരു വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാൻ വേണ്ടി ജനസമൂഹം, കേരള ജനത അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. 2023 ജൂലൈ 18 ആൾക്കൂട്ടം തനിച്ചായി. അനശ്വരതയിലേക്കുള്ള യാത്രയിൽ അയാൾ ആദ്യമായി ഒറ്റയ്ക്ക് തിരിച്ചു. ഉമ്മൻചാണ്ടി മരിച്ചെന്ന് ഇനിയും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുള്ള നാടാണ്. മരണം സത്യമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി ആ സത്യത്തെ ജയിച്ചവനാണ്. പടർന്ന് പന്തലിച്ച ഒരു വൻ മരം. മറിഞ്ഞു വീണിട്ടും അതിൻ്റെ ഓരം ചാരി നിൽക്കാൻ വെമ്പുകയാണ് ഒരു ജനത. ഒരു കാര്യം ഉറപ്പാണ്, കേരള രാഷ്ട്രീയം ഉമ്മൻചാണ്ടിക്ക് ഒപ്പവും ഉമ്മൻചാണ്ടിക്ക് ശേഷവും എന്ന് അധ്യായങ്ങൾ ഉണ്ടാകും.